Dear students, welcome to Learner's World. In this video, I'm going to talk about questions and answers of emotional intelligence in the workplace. FIUGP SCC Humanities, 4th semester, Calicut University. Answer the following questions in one or two sentences. What is emotional intelligence? Emotional intelligence is the ability to understand, control, and express our own emotions and to recognize and respond to the emotions of others. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അതായത് ഒരാൾക്ക് തൻ്റെ ഇമോഷൻസിനെ തൻ്റെ വികാരങ്ങളെ മനസ്സിലാക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനും തൻ്റെ ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും ഒക്കെയുള്ള കഴിവിനെയാണ് ഇമോഷൻ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്, വികാരബുദ്ധി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസ്, അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും ഒക്കെയുള്ള കഴിവാണ് ഇമോഷൻ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഹൗ ഈസ് ഇമോഷണൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ടു ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ? ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, അതായത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. അതെങ്ങനെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് ഈ ഒരു ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ റിലേറ്റ് ചെയ്യുന്നത്? Emotional intelligence improve interpersonal communication by helping people express themselves clearly, listen carefully, and build better relationship with others. അതായത് അതായത് ഇമോഷണൽ ഇൻ്റലിജൻസ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ഇഫക്റ്റീവ് ആക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതായത് പറയുന്ന ആൾ വളരെ വ്യക്തമായിട്ട് തോട്ട്ഫുള്ളി പറയുകയും അതുപോലെ മറ്റുള്ള ആൾ പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് ലിസൺ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ്, നല്ലൊരു ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ബിൽഡപ്പ് ചെയ്യാൻ കഴിയും. വാട്ട് പ്രോബ്ലംസ് ഡു ഇമോഷണലി അൺഇൻ്റലിജൻറ്റ് സ്റ്റാഫ് യൂഷ്വലി ഫേസ്? ഇമോഷണലി അൺഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, അതായത് ബുദ്ധിവികാരം, അത് വികാരബുദ്ധി, ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ വികാരബുദ്ധി, അത് ഇല്ലാത്ത ആളുകൾ, അങ്ങനത്തെ സ്റ്റാഫുകൾ എന്ത് പ്രോബ്ലംസാണ് ഫേസ് ചെയ്യുന്നത്? ഇമോഷണലി അൺഇൻ്റലിജൻറ്റ് പീപ്പിൾ ഓഫൺ സ്ട്രഗിൾ വിത്ത് സ്ട്രെസ്, മിസ്അണ്ടർസ്റ്റാൻഡ് അതേഴ്സ്, ഗെറ്റ് ഇൻ ടു കോൺഫ്ലിക്റ്റ് ഈസിലി ആൻഡ് ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു വർക്ക് ഇൻ ടീംസ്. ഇങ്ങനെയുള്ള ആളുകൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അതുപോലെ കോൺഫ്ലിക്ട്സൊക്കെ, പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാകും. അതുപോലെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. വൈ ഈസ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഡിസ്ക്രൈബ്ഡ് ആസ് കണ്ടാജിയസ് ഇൻ ദ വർക്ക് പ്ലേസ്? കണ്ടാജിയസ് മീൻസ് സ്പ്രെഡഡ്. എന്തുകൊണ്ടാണ് ഇമോഷണൽ ഇൻ്റലിജൻസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് കണ്ടാജിയസ് ആയിട്ട് വർക്ക് പ്ലേസിൽ? ഇമോഷണൽ ഇൻ്റലിജൻസ് ഈസ് കോൾഡ് കണ്ടാജിയസ് because one person's positive attitude and calm behavior can influence the whole team and create a healthy work environment. അതായത് ഈ ഒരു ഇമോഷണൽ ഇൻ്റലിജൻറ്റ് ആ ഒരു ടീമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ സ്പ്രെഡാണ്. ഒരാളുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അയാളുടെ കാം ബിഹേവിയർ ഒക്കെ ആ ഒരു മൊത്തം ഉള്ള ആ ഒരു ടീമിനെ തന്നെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഒരു വർക്ക് എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഹൗ ഈസ് ഇമോഷണൽ ഇൻ്റലിജൻസ് യൂസ്ഫുൾ ഇൻ ജോബ് റിക്രൂട്ട്മെൻറ്റ്? ജോബ് റിക്രൂട്ട്മെൻറ്റിലൊക്കെ എങ്ങനെയാണ് ഇമോഷണൽ ഇൻ്റലിജൻറ്റ് ഉപയോഗിക്കുന്നത്? Recruiters prefer candidates with high emotional intelligence because they handle pressure well, cooperate better with colleagues, and contribute to a positive workplace. അതായത് റിക്രൂട്ട്മെൻറ്റിൻ്റെ സമയത്തൊക്കെ റിക്രൂട്ടേഴ്സ് നല്ല ഹൈ ഇമോഷണൽ ഇൻ്റലിജൻ്റ് ഉള്ള ആൾക്കാരെയാണ് എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവർക്ക് പ്രഷർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. കൊളീഗ്സുമായിട്ട് നല്ലൊരു കോപ്പറേഷൻ ഉണ്ടാകും. അങ്ങനെ ടീം വർക്കൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയും. അതുപോലെ ഒരു പോസിറ്റീവ് വർക്ക് പ്ലേസിലേക്ക് കോൺട്രിബ്യൂഷൻ നടത്താനൊക്കെ അവർക്ക് കഴിയും. വൈ സെൽഫ് അവെയർനെസ് കൺസിഡേർഡ് ദ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ഫോർ ഡെവലപ്പിംഗ് EI? എന്തുകൊണ്ടാണ് സെൽഫ് അവെയർനെസ്, നമ്മളെ തന്നെ തിരിച്ചറിയുന്ന ആ ഒരു അവസ്ഥ, നമ്മളെക്കുറിച്ചിട്ടുള്ള ഒരു ബോധം, അത് ഇമോഷണൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിട്ടുണ്ട്, അതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്? അതെന്തുകൊണ്ടാണ്?
Self awareness is the first step because a person must understand their own emotions before they can manage them or respond to others effectively. സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള. അതായത് തൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കി മാനേജ് ചെയ്യാനൊക്കെ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനൊക്കെ കഴിയുക എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. ഇത് അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. അടുത്തത് 100 വേർഡ്സിന് എഴുതാനുള്ള പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ഹൗ ഡെവലപ്പിംഗ് AI ഹെൽപ്സ് ഇൻഡിവിജ്വൽസ് ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ദംസെൽസ് ആൻഡ് ഗൈഡ് ദെയർ ആക്ഷൻസ്. എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യുക, അത് ആളുകളെ മനസ്സിലാക്കാനും അതായത് നമ്മളെ മനസ്സിലാക്കാനും അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. Developing emotional intelligence helps individuals recognize their emotions, understand why they feel a certain way, and notice how their feelings affect their behavior. അതായത് ഈ ഒരു ഇമോഷണൽ ഇൻ്റലിജൻറ്റ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിന് ഒരു സെൽഫ് അവയർനെസ് ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. അതായത് തൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കാനും അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനും കഴിയുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള റെസ്പോൺസ് നൽകുക എന്നുള്ളതൊക്കെയാണ്. ആൻഡ് പീപ്പിൾ ബിക്കം മോർ അവെയർ ഓഫ് ദെയർ ഇമോഷൻസ്, ദേ ലേൺ ടു കൺട്രോൾ ആങ്കർ, സ്ട്രെസ് ഓർ ഫിയർ. അതായത് നമ്മളുടെ ഇമോഷൻസിനെ കുറിച്ചിട്ട് കൂടുതൽ നമ്മൾ അവെയർ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ദേഷ്യം അതുപോലെ സ്ട്രെസ്സ്, ഫിയർ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ദിസ് സെൽഫ് കൺട്രോൾ ഹെൽപ്സ് ദം മേക്ക് better decisions, stay calm in difficult situations and act responsibly. അതായത് ഈ ഒരു സെൽഫ് കൺട്രോൾ നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാനും വളരെ കാമായിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസിൽ. അതുപോലെ റെസ്പോൺസിബിളി ആക്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ആസ് എ റിസൾട്ട് ദെയർ ആക്ഷൻസ് ബിക്കം മോർ തോട്ട്ഫുൾ ആൻഡ് ബാലൻസ്ഡ്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിൽ അതിൻ്റെ റിസൾട്ട് വളരെ തോട്ട്ഫുൾ ആയിരിക്കും, ബാലൻസ്ഡ് ആയിരിക്കും. ഡിസ്ക്രൈബ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഇൻ ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ബെനിഫിറ്റ്സ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഓർഗനൈസേഷൻ അകത്ത് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? Emotional intelligence improve communication by helping employees express their thoughts clearly and listen with understanding. AI encourages respect, empathy and patience, which reduce misunderstandings. അതായത് ഇമോഷണൽ ഇൻ്റലിജൻസ് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതായത് എംപ്ലോയീസിന് അവരുടെ തോട്ട്സ്, അവരുടെ ആശയങ്ങളൊക്കെ ക്ലിയറായിട്ട് എക്സ്പ്രസ് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരുടെ ആശയങ്ങൾ ക്ലിയറായിട്ട് ലിസൺ ചെയ്ത് മനസ്സിലാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ റെസ്പെക്റ്റ്, എമ്പതി, ഒരു സഹാനുഭൂതി, അതുപോലെ പേഷ്യൻസ്, ക്ഷമ, അതുപോലെ മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റിദ്ധാരണകളൊക്കെ ഇല്ലാതാക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ മാനേജ് ഡിസഗ്രിമെൻറ്റ്സ് കാംലി ആൻഡ് ബിൽഡ് ട്രസ്റ്റ്. അതുപോലെ ഡിസഗ്രിമെൻറ്റ്സ്, എതിർ അഭിപ്രായങ്ങളൊക്കെ ഒരു പക്ഷേ ഒരു ടീം വർക്കിൽ വന്നു കഴിഞ്ഞാൽ അതിനെ വളരെ കാമായിട്ട് മാനേജ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതിലൂടെ ട്രസ്റ്റ്, വിശ്വാസം ബിൽഡപ്പ് ചെയ്യാനൊക്കെ കഴിയും. When communication becomes smoother, teamwork improves, conflict decreases, and the overall work environment becomes more positive and productive. അതായത് കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ സ്മൂത്തർ ആയാൽ ഒരു ടീം വർക്ക് ഇമ്പ്രൂവ് ചെയ്യും, പ്രശ്നങ്ങളൊക്കെ ഡിക്രീസ് ചെയ്യും, കുറയും. അതുപോലെ ഒരു ഓവറോൾ വർക്ക് എൻവയറൺമെൻറ്റ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ആയിരിക്കും. നെക്സ്റ്റ്, ഹൗ ക്യാൻ ഇൻഡിവിജ്വൽസ് ഇംപ്രൂവ് ദെയർ ഇമോഷണൽ ഇൻ്റലിജൻസ് ഇൻ ദ വർക്ക് പ്ലേസ്? റെഫർ ടു ദ മെത്തേഡ്സ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ടെക്സ്റ്റ്. അതായത് എങ്ങനെ ആളുകൾക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ഇമ്പ്രൂവ് ചെയ്യാം വർക്ക് പ്ലേസിൽ. അതിന് കുറേ അതിനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്.
Individuals can improve EI by becoming aware of their emotions and understanding how they react in different situations. Asking for feedback from colleagues help identify strength and weakness. അതായത് EI ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളുടെ ഇമോഷൻസ് മനസ്സിലാക്കുക, അതിനെ കുറിച്ചിട്ടൊരു ബോധം ഉണ്ടായിരിക്കുക. ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് നമ്മുടെ ഇമോഷൻസ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു തിരിച്ചറിവുണ്ടായിരിക്കുക. പിന്നീട് ഫീഡ്ബാക്ക് നമ്മൾ കൊളീഗ്സിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കാം. അത് നമ്മളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പ്രാക്ടീസിങ് സെൽഫ് കൺട്രോൾ, സ്റ്റേയിങ് കാം അണ്ടർ പ്രഷർ ആൻഡ് റെസ്പോണ്ടിങ് തോട്ട്ഫുള്ളി ഇൻസ്റ്റെഡ് ഓഫ് റിയാക്ടിങ് ഇമോഷണലി ഓൾസോ ഇംപ്രൂവ് EI. അതുപോലെ ഒരു സെൽഫ് കൺട്രോൾ പ്രാക്ടീസ് ചെയ്യാം. കാമായിട്ടിരിക്കുക, പ്രഷർ ഒക്കെ ഉള്ള സിറ്റുവേഷൻസിൽ കാമായിട്ടിരിക്കുക, തോട്ട്ഫുള്ളി റെസ്പോണ്ട് ചെയ്യുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ നമുക്ക് EI, ഇമോഷണൽ ഇൻ്റലിജൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആക്റ്റീവ് ലിസണിങ്, ഷോയിങ് എമ്പതി ആൻഡ് റെസ്പെക്റ്റിംഗ് ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ് സ്ട്രെങ്തൻ ഇമോഷണൽ സ്കിൽസ്. കണ്ടിന്യൂസ് പ്രാക്ടീസ് ഈസ് എസെൻഷ്യൽ. അതായത് ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതല്ല. അത് പ്രാക്ടീസിലൂടെയാണ്, കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെയാണ് ഇത് നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്നത്. ആക്റ്റീവ് ലിസണിങ്, എമ്പതി, ഷോയിങ് എമ്പതി, ഒരു സഹാനുഭൂതി നമ്മുടെ സഹപ്രവർത്തകരോട് കാണിക്കുക. അതുപോലെ ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സ് വന്നാൽ റെസ്പെക്റ്റ് ചെയ്യുക. ഇതിലൂടെയൊക്കെയാണ് നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുക. ദെൻ 300 വേർഡ്സിന് എഴുതാനുള്ള എസ്സേ ആണ്. എക്സാമിൻ ഡാനിയൽ ഗോൾമാൻസ് കോൺട്രിബ്യൂഷൻ ടു ദ സ്റ്റഡി ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് റെലവൻസ് ഇൻ ദ വർക്ക് പ്ലേസ്. ഡാനിയൽ ഗോൾമാൻ്റെ ഈ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റഡിയിലുള്ള കോൺട്രിബ്യൂഷൻസ് അതിനെക്കുറിച്ചിട്ട് എക്സാമിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വർക്ക് പ്ലേസിൽ ഇത് എത്രത്തോളം റെലവൻ്റ് ആണ്, ഇതിന് എത്രത്തോളം പ്രസക്തി ഉണ്ട്, അതിനെക്കുറിച്ചിട്ട് എക്സാമിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Daniel Goleman played a major role in popularizing the concept of emotional intelligence. He identified 5 important components of EI: self-awareness, self-management, motivation, empathy and social skills. അദ്ദേഹം ഇതിൽ 5 ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് പറയുന്നുണ്ട് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ. സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം. അതുപോലെ സെൽഫ് മാനേജ്മെൻറ്റ്, സെൽഫ് കൺട്രോളാണത്. നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുക. അതുപോലെ മോട്ടിവേഷൻ, പ്രചോദനം, എമ്പതി, സഹാനുഭൂതി, അതുപോലെ സോഷ്യൽ സ്കിൽസ്, സാമൂഹികപരമായിട്ടുള്ള കഴിവുകൾ. അക്കോർഡിംഗ് ടു ഗോൾമാൻ, ദീസ് 5 സ്കിൽസ് ആർ എസെൻഷ്യൽ ഫോർ സക്സസ് ഇൻ ബോത്ത് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ്. ഇപ്പോൾ ഗോൾമാൻ്റെ അഭിപ്രായത്തിൽ ഈ 5 സ്കില്ലുകളും ഇമ്പോർട്ടൻ്റ് ആണ് ഒരാളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ. His work made people understand that IQ alone is not enough. The ability to handle emotions wisely is equally important. അതായത് ഈ ഒരു വർക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും IQ മാത്രം പോരാ, അതോടൊപ്പം തന്നെ നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. In the workplace, Goleman's ideas are highly relevant. Self-awareness helps employees understand their strength, weakness and reactions. സെൽഫ് അവെയർനെസ്സിലൂടെ നമുക്ക് എംപ്ലോയീസിന് അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അവരുടെ റിയാക്ഷൻസൊക്കെ തിരിച്ചറിയാൻ കഴിയും. ദിസ് ലീഡ്സ് ടു ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റെസ്പോൺസിബിൾ ബിഹേവിയർ. ഇതിലൂടെ ഈ സെൽഫ് അവെയർനെസ്സിലൂടെ നല്ല രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനും ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഇതിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. സെൽഫ് മാനേജ്മെൻറ്റ് ഹെൽപ്സ് വർക്കേഴ്സ് സ്റ്റേ കാം, കൺട്രോൾ സ്ട്രെസ് ആൻഡ് അഡാപ്റ്റ് ടു ചേഞ്ചസ്. സെൽഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സെൽഫ് കൺട്രോൾ, അതായത് ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു വർക്ക് പ്ലേസിൽ കാമായിട്ട് ഇരിക്കുക, നമ്മുടെ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യുക, ചേഞ്ചസ് വന്നാൽ അഡാപ്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. മോട്ടിവേഷൻ എൻകറേജസ് എംപ്ലോയീസ് ടു വർക്ക് ടുവാർഡ്സ് ഗോൾസ് വിത്ത് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് എംപ്ലോയീസിന് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ വർക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. Empathy helps them understand co-workers' feelings, which builds trust and support within the team. Social skills enable effective communication, conflict resolution and teamwork. എമ്പതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി, നമ്മുടെ കോവർക്കേഴ്സിനുമായിട്ട്, നമ്മുടെ കൊളീഗ്സുമായിട്ടുള്ള അവരോടൊരു സഹാനുഭൂതി തോന്നുക, അവരുടെ ഫീലിങ്സൊക്കെ മനസ്സിലാക്കുക, അവരിലൊരു വിശ്വാസം ബിൽഡപ്പ് ചെയ്യുക, ടീമിനെ സപ്പോർട്ട് ചെയ്യുക. സോഷ്യൽ സ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനാണ്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആൻഡ് ടീം വർക്ക്.
അടുത്തത്, ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഇൻ ദ വർക്ക് പ്ലേസ് വിത്ത് റെഫറൻസ് ടു എംപ്ലോയി മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടീം വർക്ക്. ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് വർക്ക് പ്ലേസിൽ, എംപ്ലോയി മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, ടീം വർക്ക്, ഇതിൻ്റെയൊക്കെ റെഫറൻസിൽ. Emotional intelligence is extremely important in the workplace because it directly influences how people think, communicate, and work together. ഇമോഷണൽ ഇൻ്റലിജൻസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് വർക്ക് പ്ലേസിൽ. അത് ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരുമിച്ച് വർക്ക് ചെയ്യാനും ഒക്കെ ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും. In terms of motivation, employees with high emotional intelligence stay positive, set goals, and push through challenges without giving up. മോട്ടിവേഷൻ എടുത്തു കഴിഞ്ഞാൽ എംപ്ലോയീസിന് ഹൈ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർ വളരെയധികം പോസിറ്റീവായിരിക്കും, അവർക്ക് ഗോൾസ് ഉണ്ടാകും. അതുപോലെ ചലഞ്ചസ് വന്നാൽ അവരൊരിക്കലും അതായത് അവർ അതിനെ ഫേസ് ചെയ്യും, അതിൽ നിന്ന് ഒളിച്ചോടില്ല. They can manage stress and keep themselves focused, which improves their overall productivity. അവർക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ കഴിയും, അവർ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിരിക്കും, അവരുടെ ഓവറോൾ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യും. Government's contribution shows that emotional intelligence is not just a personal quality but a professional skill that improve performance. അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു കോൺട്രിബ്യൂഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ക്വാളിറ്റി അല്ല, ഒരു പ്രൊഫഷണൽ സ്കില്ലാണ്. അത് നമ്മളെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. Organizations today value emotional intelligence because it creates a healthier work culture, reduces conflicts, and increases productivity. അതായത് ഇന്ന് ഓർഗനൈസേഷൻസ് ഈ ഇമോഷണൽ ഇൻ്റലിജൻസിന് കൂടുതൽ വാല്യൂ നൽകുന്നുണ്ട്. അതായത് നല്ലൊരു വർക്ക് അറ്റ്മോസ്ഫിയർ ഇതിലൂടെ ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ കോൺഫ്ലിക്ട്സ്, പ്രശ്നങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ കഴിയും. Therefore, government's work remains important in understanding how emotions influence workplace success. AI also plays a big role in communication. Emotionally intelligent people express their ideas clearly and listen to others with respect. They understand different perspectives and avoid misunderstandings. This leads to smoother, more effective communication across the organization. AI കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ, ആശയവിനിമയത്തിലും വളരെയധികം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ അവരുടെ തോട്ട്ഫുള്ളിയാണ് അവർ അവരുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യുന്നത്, ഇമോഷണലി അല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ ഫീലിങ്സും കേൾക്കാൻ, ലിസൺ ചെയ്യാനും മനസ്സിലാക്കാനൊക്കെ അവർക്ക് കഴിയുന്നുണ്ട്. അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ടാകും, ഡിസഗ്രിമെൻറ്റ്സ് ഒക്കെ ഒരു ടീം വർക്കിലുണ്ടാകും. അപ്പോൾ അതിനൊക്കെ വളരെ കാമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയും, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ കഴിയും. Teamwork also becomes stronger with AI. Employees who understand and control their emotions cooperate better with others. They handle disagreements calmly and help create a friendly atmosphere. Empathy allows them to support team members and build trust. As a result, teams with high emotional intelligence achieve goals faster and create a more positive workplace environment. ടീം വർക്കും ഒരുപോലെ തന്നെ ഇമോഷണൽ ഇൻ്റലിജൻ്റ് സ്ട്രോങ്ങർ ആക്കുന്ന ഒന്നാണ്. അതായത് എംപ്ലോയീസ് ഒരു ടീം വർക്ക് എന്ന് പറയുന്ന സമയത്ത് പരസ്പരം അതായത് സെൽഫ് അവെയർനെസ്, തൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുകയും തൻ്റെ ടീമിലെ മറ്റംഗങ്ങളുടെ ഇമോഷൻസ്, അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് ഒരു ടീം വർക്ക് എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സ് വരും, ഡിസഗ്രിമെൻറ്റ്സ് വരും, അതിനൊക്കെ വളരെ കാമായിട്ട് അതിനൊക്കെ നേരിടുക. ഇതിലൂടെ നല്ലൊരു ടീം വർക്കൊക്കെ ബിൽഡപ്പ് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. അതുപോലെ എമ്പതി, അതായത് നമ്മുടെ കോവർക്കേഴ്സിനോട് അവരുടെ ഫീലിങ്സിനോട് ഒരു എമ്പതി തോന്നുന്നതിലൂടെയൊക്കെ ഒരു ട്രസ്റ്റ്, ഒരു വിശ്വാസമൊക്കെ ബിൽഡപ്പ് ചെയ്യാൻ കഴിയും.